സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയഭാരതി അമ്മ വരുന്നത് കാണുന്ന പ്രിയങ്ക പൂജാമുറിയിലിരുന്ന് ഭക്തിയോടെ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുവാണ് കേട്ടോ. ഈ സമയം ഈ കാഴ്ച കാണുന്ന ജയഭാരതി അമ്മ വിചാരിക്കണേ, അല്ല ഇവൾക്ക് ഇതെന്ത് പറ്റി, എന്താ പെട്ടെന്ന് അങ്ങ് നന്നാകാൻ തോന്നിയോ? ഇന്ത്യയിലാവട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ പയ്യെ തിരിഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോയെന്ന് നോക്കുവാണ്. അങ്ങനെ അതിനുശേഷം വീണ്ടും പഴയതുപോലെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ പ്രിയങ്ക. ഇതേസമയം രാധിക അവിടെ കണ്ണടിച്ച് ഭഗവാനെ മനസ്സുരുകി വിളിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ പ്രിയങ്ക വ്രതോടിക്കേണ്ട ക്ഷേത്രത്തിലെത്തുന്ന ജയഭാരതി അമ്മേനെയും ദേവനെയും യശോദേനെയും സുകുമാരി അമ്മേനെയും ഉണ്ടോ. അവരങ്ങനെ അവിടുത്തെ പൂജാരിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. ഈ സമയം പൂജാരി അവർക്ക് കാണിച്ചു കൊടുക്കുക, ഈ അമ്പലത്തിൻ്റെ നടയിൽ വേണം പൂജ ചെയ്യുന്ന ആ പെൺകുട്ടി വ്രതമിരിക്കേണ്ടത്. മനസ്സിൽ മുഴുവൻ ഭഗവാൻ ധ്യാനിച്ചുകൊണ്ട് വേണം വ്രതമിരിക്കാനായിട്ട്. അന്നേരം യശോദ ചോദിക്കണേ, ഇത് ഒറ്റപ്പെട്ടൊരു സ്ഥലമാണല്ലോ, എന്തെങ്കിലും കുഴപ്പങ്ങളോ മറ്റോ ഉണ്ടാകുമോ? അന്നേരം തിരുമേനി പറയണേ, അതിനെക്കുറിച്ചൊന്നും ഓർത്ത് പേടിക്കേണ്ട. ആ പെൺകുട്ടി ഇവിടെ ഇരിക്കുന്നത് സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താല് തന്നെ ആ കുട്ടിക്ക് രക്ഷയായിക്കോളും. പിന്നെ ഭഗവാനിൽ പൂർണ്ണമായിട്ട് അർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അതും ബലം ചെയ്യും. നാളെ രാവിലെ ആകുമ്പോഴേക്കും ചെയ്ത പൂജക്കുള്ള ബലം ആ കുട്ടിയുടെ കൈ കിട്ടിയിരിക്കും. അങ്ങനെ പൂജാരിയുടെ കൂടെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് ദേവനും ജയഭാരതി അമ്മയും അവിടെ നിന്ന് നടന്നു പോകുവാണ് കേട്ടോ. ഈ സമയം യശോദ ടെൻഷനോട് കൂടി സുകുമാരി അമ്മയോട് പറയണേ, അമ്മേ പൂജാരി പറഞ്ഞത് കേട്ടില്ലേ, ഇതാണെങ്കിൽ ആകെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള അമ്പലമാണ്, എനിക്കെന്തോ വല്ലാത്തൊരു ഭയം പോലെ. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, നീ എന്തിനാ ആവശ്യമില്ലാതെ ഭയപ്പെടുന്നത്? അന്നേരം യശോദ പറയുന്നുണ്ട്, അമ്മയമ്മ പൂജാരി പറഞ്ഞത് കേട്ടതല്ലേ, ഇവിടെ വെറുതെ ഇരിക്കുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴുത്ത് കിടക്കുന്ന താലിയാണ് അവൾക്ക് രക്ഷയാവുന്നത്. അങ്ങനെ ഒരു താലി പ്രിയങ്കയുടെ കഴുത്തിലുണ്ടോ? പ്രിയങ്കയുടെ കഴുത്തിലുള്ളത് വരൻ കിട്ടിയ താലിയൊന്നും അല്ലല്ലോ. അന്നേരം മുത്തശ്ശി പറയണേ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് കാട് കയറാൻ നിൽക്കണ്ട, വെറുതെ ഓരോന്ന് വായും ഇങ്ങനെ പുറത്തേക്ക് വരരുത്, വാക്കുകളെല്ലാം സൂക്ഷിച്ചാണ് ഉപയോഗിക്കാനായിട്ട്. പ്രിയങ്ക മോള് ഈ പൂജ ഭംഗിയായിട്ട് എന്നെ പൂർത്തിയാക്കിക്കോളും, അതോർത്ത് നീ ടെൻഷൻ ആവണ്ട. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക റൂമിലിരുന്ന് ബാഗിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പാക്കെല്ലാം ചെയ്ത് കഴിഞ്ഞ് ബാഗും എടുത്ത് പ്രിയങ്ക പതിയെ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് വരുമായിരിക്കും. പെട്ടെന്നാണ് മുകളിലേക്ക് വരാൻ തുടങ്ങുന്ന കൽപ്പനയെ കാണുന്നത്. അങ്ങനെ കൽപ്പനയെ കാണുന്നതും പ്രിയങ്ക കുറച്ചങ്ങോട്ട് മാറി നിൽക്കുവാണ് കേട്ടോ. പ്രിയങ്കയാണെങ്കിൽ നല്ല ടെൻഷനിൽ നിൽക്കുക, കൽപ്പന എങ്ങാനും മുകളിലേക്ക് കയറി വന്ന് തന്നെ കാണും, പിന്നീട് തനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ എന്നോർത്ത് പ്രിയങ്ക വല്ലാതെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. ഈ സമയം കൽപ്പന മുകളിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ചെറിയമ്മ കൽപ്പനയെ വിളിക്കുവാണ് കേട്ടോ. അങ്ങനെ ഈ സമയം കൽപ്പന താഴത്തേക്ക് പോകുവാണ്. കിട്ടിയ തക്കത്തിന് പ്രിയങ്ക വേഗം തന്നെ ബാഗും എടുത്ത് അവിടെ നിന്നും ഇറങ്ങുവാണ്. എന്നിട്ട് നേരെ ചെല്ലുന്നത് ഔട്ട് ഹൗസിലേക്കാണ് കേട്ടോ. ഈ സമയം അവിടെ രാധിക മാത്രമേ ഉണ്ടാകുള്ളൂ. രാധികയാണെങ്കിൽ പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കുമായിരിക്കും. ഈ സമയം പ്രിയങ്ക താൻ എഴുതിയ കത്ത് ആരുടെ ശ്രദ്ധയപ്പെടാതെ അവിടെ മേശയെ കൊണ്ടുപോയി വെക്കുവാണ്. എന്നിട്ട് തിരികെ വാതിലടിച്ച് പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വന്ന ബിജുവിനെ കാണുന്നത്. അങ്ങനെ ബിജുവിൻ്റെ കണ്ണിപ്പെടാതെ പ്രിയങ്ക അവിടെ മറഞ്ഞു നിൽക്കുവാണ്. ബിജുവോട് നിന്ന് പോയതിനു ശേഷം പ്രിയങ്ക വേഗം തന്നെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുവാണ്. ഈ സമയം ശരത്ത് അവിടെ പ്രിയങ്കക്കായിട്ട് കാത്തു നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ശരത്ത് പ്രിയങ്കയെ കാണുന്നതും വേഗം വിളിക്കുക, പ്രിയങ്കെ, അങ്ങനെ അവസാനം നീ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ? ഒരു സിനിമാ നടിയാവാനുള്ള നിന്റെ മോഹത്തിലേക്ക് നീ ഇപ്പം നടന്നെടുത്തോണ്ടിരിക്കുക, വാ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തണം. അന്നേരം പ്രിയങ്ക പറയുന്നുണ്ട്, ശരത്തെ, കുറച്ച് നാൾ ഒളിച്ചാണെങ്കിലും ഞാൻ ഇവിടെ താമസിച്ചതല്ലേ, അതുകൊണ്ട് വലിയൊരു സെലിബ്രിറ്റി ആയതിനു ശേഷം എനിക്ക് വീട്ടിലേക്ക് ഒന്നും കൂടി തിരിച്ചു വരണം, വാ എന്നാൽ നമുക്ക് വേഗം പോകാം. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക ശരത്തിൻ്റെ കൂടെ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലൊക്കെ പോയി തിരികെ എത്തുന്ന മുത്തശ്ശീനെയും യശോദേനെയുമാണ് കേട്ടോ. അങ്ങനെ അവർ അകത്തേക്ക് കയറി നേരെ പൂജാമുറി ചെല്ലുവാണ്. അന്നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരിക്കോട്ടെ രാധിക. അത് കണ്ട് യശോദക്ക് നല്ല സന്തോഷവുമാണ്. മുത്തശ്ശിക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവർ വന്നത് കാണുന്നതും രാധിക പെട്ടെന്ന് എഴുന്നേക്കുവാണ്. ഈ സമയം മുത്തശ്ശി പറയണേ, അതെ, ഇന്നും കൂടി നീ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇന്ന് രാത്രി പ്രിയങ്കമ്മൾ അവിടെ പൂജ ചെയ്തു കഴിഞ്ഞാൽ അതോടെ പൂജയെല്ലാം പൂർത്തിയാകും. പിന്നീട് ഈ പൂജാമുറി ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ കണക്കും പറഞ്ഞ് നീ വരാൻ നിന്നേക്കരുത്. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി നേരെ റൂമിലേക്ക് പോയിട്ട് മരുന്ന് കഴിക്കാനായിട്ട് അവിടെ ടാബ്ലറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം യശോദ പറയുന്നുണ്ട്, മോളെ, ഞങ്ങളിപ്പോൾ അവിടെ അമ്പലത്തിൽ പോയിട്ടാണ് വന്നത്. എന്നിട്ട് അച്ഛനവിടെ നിന്ന് രാധിക ചോദിക്കുക. ആ സമയം യശോദ പറയണേ, അച്ഛനവിടെ പൂജാരിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അതേ യാത്രയാക്കാൻ പോയതായിരുന്നു, ഉടനെ തന്നെ എത്തും. അമ്പലമാണെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തായിരിക്കുന്നത്, അവിടെ ഇരുന്ന് പ്രിയങ്കമ്മോൾ വ്രതം കൊടുക്കുന്ന കാര്യം ഓർത്തിട്ട് ആകെ ഒരു ടെൻഷനുണ്ട്. അന്നേരം രാധിക പറയണേ, അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഞാനിവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളാം, അവൾക്ക് ഒരാപത്തും വരത്തില്ല. മോളെ, നിൻ്റെ ഈ നല്ല മനസ്സാ പലരും കാണാതെ പോകുന്നത്. അങ്ങനെ പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുവാട്ടോ യശോദ. ഈ സമയം അവിടെ ഇരുന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സുകുമാരിയമ്മ പെട്ടെന്ന് ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന ഒരു പേപ്പർ കാണുവാണ്. അങ്ങനെ അതെടുത്ത് തുറന്ന് വായിക്കുമ്പോഴായിരിക്കും കേട്ടോ പ്രിയങ്ക എഴുതി വെച്ച ലെറ്ററാണെന്ന് മനസ്സിലാവുന്നത്.
അങ്ങനെ അത് കണ്ട് ഞെട്ടിത്തിരിച്ച് നിൽക്കുവാണ് സുകുമാരി അമ്മ. അങ്ങനെ യശോദേനെ വിളിക്കുവാണ്. ഈ സമയം യശോദയും അങ്ങോട്ടേക്ക് വന്ന് ആ കത്ത് വഴിച്ച് തകർന്നിരിക്കുവാണ് കേട്ടോ. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി രാധികയും അവിടെ എത്തുന്നുണ്ട്. എന്താ എന്താ പറ്റിയതമ്മേ? അന്നേരം സുകുമാരിയമ്മ ദേഷ്യത്തിൽ ചോദിക്കണേ, എടി ഈ കത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് നീ കണ്ടില്ലേ? കത്തോ? ഇല്ല, ഞാനൊന്നും കണ്ടില്ല. എന്താ പറ്റിയതമ്മേ? അന്നേരം യശോദ പറയണേ, മോളെ പ്രിയങ്ക നമ്മളെ ചതിച്ചു. കത്ത് എഴുതി വെച്ച് ഇങ്ങോട്ട് പോയി കളഞ്ഞു. അത് കേട്ട് രാധികയും വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ്. ഈ സമയം അങ്ങോട്ടേക്ക് എത്തുന്ന ദേവൻ യശോദയുടെ കയ്യിൽ നിന്നും ആ കത്ത് മേടിച്ച് വായിച്ചു നോക്കുവാണ്. അതിൽ പ്രിയങ്ക എഴുതിയിരിക്കുക, എൻ്റെ അമ്മയും അച്ഛനും മുത്തശ്ശിയും അറിയാനായിട്ട് ഞാനിവിടെ നിന്ന് എന്നൊക്കെയായിട്ട് പടിയിറങ്ങുവാണ്. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ അഭിനയിക്കാൻ പോകുന്ന സിനിമയുടെ ഷൂട്ടിങ് ഇന്ന് രാത്രി തുടങ്ങും. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ. അങ്ങനെ ആ കത്ത് വായിച്ച് ദേവനും ആകെ തകർന്നു നിൽക്കുവാണ് കേട്ടോ. അന്നേരം യശോദ കരഞ്ഞോട്ട് പറയണേണ്. ഈ സമയം യശോദ പറയണേണ്, രാത്രിയിൽ പൂജക്കായിട്ട് പ്രിയങ്കയെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് കണിമംഗലത്തുള്ളവരൊക്കെ വരില്ലേ? അപ്പോൾ അവരോട് നമ്മൾ എന്തു പറയും? അന്നേരം മുത്തശ്ശി സങ്കടത്തോടെ പറയണേ, എന്നാലും നമ്മളിവിടെ തന്നെ കൊണ്ടുവന്നിട്ടിട്ട് അവൾ ഇങ്ങനൊരു ചതി ചെയ്ത് കളഞ്ഞല്ലോ. അത് കേൾക്കുമ്പോൾ ദേവന് ദേഷ്യം തോന്നുവാണ്. ദേവൻ ചോദിക്കണേ, സത്യം പറ, അമ്മയെ മറിഞ്ഞോണ്ടല്ലേ അവളിപ്പോൾ ഇവിടെ നിന്ന് പോയത്? എടാ ദേവ, നീ എന്തൊക്കെയാണ് പറയുന്നത്? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? എല്ലാ കാര്യത്തിനും അമ്മ പേരക്കുട്ടിയെ ന്യായീകരിക്കുമല്ലോ. എല്ലാത്തിനും അവളുടെ കൂടെ നിൽക്കില്ലേ? ഇപ്പോൾ എന്താ അമ്മക്കൊന്നും പറയാനില്ലേ? ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയായി പൂജ നടക്കുന്നത്. നാളത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ഇത് പൂർത്തിയാകൂ. എന്നാൽ അത് പകുതി വഴിയിലിട്ടിട്ടല്ലേ അവൾ ഇവിടുന്ന് പോയി കളഞ്ഞത്. അതുമൂലം ഈ കുടുംബത്തിന് സർവനാശം സംഭവിച്ചാൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം നമുക്കല്ലേ വരിക? ഈ സമയം രാധിക ദേവനോട് പറയണേ, അച്ഛാ എന്താണെങ്കിലും പ്രിയങ്ക അധിക ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല. അച്ഛനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വാ. പൂജയ്ക്ക് മുമ്പ് തന്നെ അവളെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. അച്ഛൻ ചെല്ല്. അങ്ങനെ ദേവൻ ഫോൺ എടുത്ത് പ്രിയങ്കയെ വിളിക്കുന്നുണ്ട്. ആ സമയം ദേവൻ പറയണേ, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. അല്ലെങ്കിലും എല്ലാ കള്ളത്തിനും അറിയാമല്ലോ. എന്താണെങ്കിലും ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് ദേവൻ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം മുത്തശ്ശി രാധികയോട് ചോദിക്കണേ, സത്യം പറയടി, നീയും കൂടി അറിഞ്ഞോണ്ടല്ലേ ഇത്? നീ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായല്ലോ, പിന്നെ എങ്ങനെയാ അവള് നിന്റെ കണ്ണിപ്പെടാതെ ഇവിടെ കത്ത് കൊണ്ടുവന്ന് വെച്ചത്? അന്നേരം യശോദ പറയണേ, അമ്മേ ദേവട്ടൻ പറഞ്ഞത് അമ്മ മറന്നുപോയോ ഇത്രയും പെട്ടെന്ന്? അമ്മ തന്നെയാ അവൾക്ക് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. ഇനി രാധികയുടെ മെക്കിട്ട് കയറണ്ട. അന്നേരം ഒന്നും പറയാതെ മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം കരഞ്ഞുകൊണ്ട് യശോദ പൂജാമുറിയിലേക്ക് പോകുവാണ് കേട്ടോ. അവിടെ ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. ഈ സമയം യശോദയെ ആശ്വസിപ്പിക്കാനായിട്ട് രാധികയും അവിടെ എത്തുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ കണിമംഗലം ഉണ്ടോ. അവിടെ വരുണയുടെ സോഫയിൽ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുമായിരിക്കും. അന്നേരം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുവാണ്. ജയഭാരതിയമ്മ ചോദിക്കണേ, നീ എന്താ ആലോചിക്കുന്നത്? പൂജയെക്കുറിച്ചായിരിക്കും അല്ലേ? ഞാനെന്തിനാ പൂജയെക്കുറിച്ച് ആലോചിക്കുന്നത്? നീ താലി കെട്ടിയ പെണ്ണ് പൂജ നടത്തണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതിനെക്കുറിച്ചപ്പോൾ നീ ആലോചിക്കാതിരിക്കുമോ? ദേ മുത്തശ്ശിക്ക് കാര്യങ്ങളെല്ലാം അറിയാലോ. ഞാൻ താലി കെട്ടിയ പെണ്ണാണ് ഇപ്പോൾ ഇവിടെ പൂജ നടത്തുന്നത്. മുത്തശ്ശി എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ഇങ്ങനെ സംസാരിക്കല്ലേ. അന്നേരം ജയഭാരതിയമ്മ പറയണേ, എടാ നീ താലി കെട്ടിയ പെണ്ണ് തന്നെ. നിനക്ക് വേണ്ടിയുള്ള എല്ലാ പൂജകളും കൃത്യമായിട്ടാണ് അനുഷ്ഠിക്കുന്നത്. അത് കേൾക്കുന്നതും വരുണിൻ്റെ മുഖം തെളിയുവാണ്. വരുൺ സന്തോഷത്തോടു കൂടി മുത്തശ്ശിയെ നോക്കി പുഞ്ചിരിക്കുകയാണ് കേട്ടോ. ഈ സമയം പത്മിനി അങ്ങോട്ടേക്ക് വരുക. അമ്മേ പ്രിയങ്കയെ ക്ഷേത്രത്തിലെത്തിക്കാനുള്ള സമയമായില്ലേ? ആയി വരുന്നുണ്ട്. തിരുമേനിയും യശോദയും സുകുമാരി അമ്മയും കൂടി പ്രിയങ്കയെ ക്ഷേത്രത്തിൽ എത്തിച്ചോളാന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും നമ്മളും കൂടി കൂടെ പോകണ്ടേ? വേണമെങ്കിൽ നമുക്ക് അവരിവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവളെ പോയി കാണാം. എന്താ അതുപോരെ? അത് മതി. ഞാനെന്താണെങ്കിലും പ്രിയങ്ക റെഡിയായൊന്ന് ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ മുകളിൽ നിന്ന് കൽപ്പനയും മുർവശിയും താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. കൽപ്പന ചോദിക്കുക, അല്ലമ്മേ പ്രിയങ്കയുടെ റൂമിലൊന്നും അവളെ കാണുന്നില്ലല്ലോ. ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് അവളെ കണ്ടെന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചതാ. എന്തുപറ്റി? ഇനി ക്ഷേത്രത്തിൽ ഒറ്റയ്ക്കിരിക്കുന്നത് കാരണം പേടിച്ച് അവൾ നാടുവിട്ടേ പോയി കളഞ്ഞോ? അന്നേരം മുത്തശ്ശി വരണേ, അവളെവിടെ പോകാനാ? അവിടെ തന്നെ ഉണ്ടാകും. അല്ലെങ്കിൽ ചിലപ്പോൾ ഔട്ട് ഹൗസിൽ അവളുടെ അച്ഛൻ്റെ അമ്മയോടൊപ്പം ഉണ്ടാവും. ഈ സമയം സുകുമാരിയമ്മ അങ്ങോട്ടേക്ക് ഓടി വരുവാണ് കേട്ടോ. അത് കാണുന്നതും കൽപ്പനയും പത്മിനിയൊക്കെ എന്താണെന്ന് ചോദിക്കുവാണ്. പ്രിയങ്ക എവിടെയൊന്നും ചോദിക്കുന്നുണ്ട്. ആ സമയം മുത്തശ്ശി വരണേ, പ്രിയങ്ക അവിടെ ഔട്ട് ഹൗസിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവളവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അന്നേരം കൽപ്പന ചോദിക്കണേ, അതെന്താ അവൾക്ക് ഇവിടെ ഇരുന്ന് റെഡി ആയാൽ? അങ്ങനെയല്ലേ വേണ്ടത്. അന്നേരം ജയഭാരതിയമ്മ പറയണേ, കൽപ്പന നിനക്കിതെന്താണ്? ഔട്ട് ഹൗസിലുള്ളത് അന്യരൊന്നുമല്ലല്ലോ, അവളുടെ വീട്ടുകാർ തന്നെയല്ലേ? അല്ല സുകുമാരിയമ്മേ, ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള സമയമില്ലേ? ആയി. ദേവൻ നേരത്തെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രിയങ്കമോളെയും കുട്ടി അങ്ങ് പൊക്കോളാം. അക്കാര്യം പറയാനായിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അന്നേരം കൽപ്പന പറയണേ, അങ്ങനെയാണെങ്കിലേ പോകുന്നതിന് മുമ്പ് പ്രിയങ്കയെ ഞങ്ങൾക്കൊന്ന് കാണണം. എന്തോ ഒരു കള്ളത്തരം നടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രിയങ്കയെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അത് കേട്ട് ടെൻഷനോട് കൂടി നിൽക്കുവാട്ടോ സുകുമാരിയമ്മ. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി കളയുക. അന്നേരം കൽപ്പന പറയണേ, കണ്ടില്ലേ അവരുടെ സ്വഭാവത്തിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്, എന്തോ ഒരു തിരിമറി ഇവിടെ നടക്കുന്നുണ്ട്. അത് കേൾക്കുന്നതും വരൻ പറയണേ, ഏട്ടത്തെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയുന്നത്?
അന്നേരം കൽപ്പന പറയണേ, അതെന്താടാ പറയണേ, തിരിമറിയുന്ന വാക്ക് നീ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ. വിവാഹം കഴിഞ്ഞ് വന്ന സമയത്ത് നീ എന്താ പറഞ്ഞത്? വിവാഹ മണ്ഡപത്തിൽ എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ടെന്നല്ലേ. ഇപ്പോൾ നിനക്കത് ആവശ്യമില്ലാത്ത വാക്കായി തോന്നുന്നുണ്ടോ? അന്നേരം പത്മിനി പറയണേ, മതി മതി, ആവശ്യമില്ലാത്തൊന്നും ഇനി സംസാരിക്കാൻ നിൽക്കണ്ട. എന്താണെങ്കിലും അവർ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ ചെന്ന് പ്രിയങ്കയെ കാണാം. എന്താ അതുപോലെ? അത് മതി എന്ന് പറഞ്ഞ കൽപ്പന സന്തോഷത്തോടുകൂടി നിൽക്കുവാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്